വയനാട്ടിലെ പ്രസിദ്ധമായ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ സന്ദർശനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് സന്ദർശനത്തിന് ഇടയിലാണ് ഞങ്ങൾ ബാണാസുര സാഗർ ഡാം സന്ദർശിക്കാൻ തീരുമാനിച്ചത്. ഡാമിനടുത്തുള്ള പ്രത്യേക പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രവേശന ഫീസ് അടച്ച് ഡാമിനുള്ളിലേക്ക് പ്രവേശിച്ചു. പ്രവേശന കവാടത്തിൽ അല്പം തിരക്കുണ്ടായിരുന്നെങ്കിലും ശേഷം അങ്ങോട്ട് വലിയ ആൾത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഡാമിന്റെ അടിവാരത്തു നിന്നും നടന്നാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. വാഹനത്തിൽ എത്തിക്കുന്ന സൗകര്യവും ഇവിടെ നിലവിലുണ്ട്. നടന്നു പോയാലാണ് കാഴ്ചകളേറെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോയത്. ഡാമിന്റെ ഒരു സൈഡ് ചേർന്ന് ഉള്ള സ്റ്റെപ്പ് കയറി ആണ് ഞങ്ങൾ ഡാമിന്റെ മുകളിലേക്ക് പ്രവേശിച്ചത്. ഈ കാണുന്നത് പുല്ലുകൊണ്ടുള്ള ഒരു വലിയ മൈതാനം പോലെ തോന്നുമെങ്കിലും ഇത് ഡാമിന്റെ ഒരു സൈഡാണ്. ഞങ്ങളും മറ്റ് സഞ്ചാരികൾക്കൊപ്പം ഡാമിന്റെ മുകൾ ഭാഗത്തേക്ക് പ്രവേശിച്ചു. ഏതാണ്ട് വേനലെടുത്ത സമയമായതുകൊണ്ട് തന്നെ ഡാമിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ 2ാമത്തെ വലിയ അണക്കെട്ടും ആണ് ഇത്. വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിന് ഉപയോഗിച്ചത്. 685 മീറ്ററാണ് ഈ അണക്കെട്ടിന്റെ നീളം. ബാണാസുര മലകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 190 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തുടക്കം. പ്രധാന ലക്ഷ്യം കോഴിക്കോട് ഉള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപാദനത്തിനായി ജലം എത്തിക്കുകയും ജലസേചനത്തിന് ഉപയോഗിക്കുക എന്നതുമായിരുന്നു. അണക്കെട്ട് പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളെ വെള്ളത്തിന് അടിയിൽ ആഴ്ത്തിയപ്പോൾ അണക്കെട്ടിനകത്ത് ഏതാനും ദ്വീപുകൾ രൂപപ്പെട്ടു. ബാണാസുര സാഗർ മലകളുടെ താഴ്വരയിലുള്ള ഈ ദ്വീപുകൾ പ്രകൃതി രമണീയമാണ്. സഞ്ചാരികളെ ആകർഷിക്കാനായി ഇവിടെ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെത്തിയ സമയം ബോട്ടിങ്ങിന്റെ സമയം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഞങ്ങളെപ്പോലെ മറ്റ് സഞ്ചാരികൾക്കും ഈ ബോട്ടിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. വൈകിട്ട് 5 മണി വരെ മാത്രമേ ഇവിടെ ബോട്ടിങ്ങിനായുള്ള ടിക്കറ്റ് നൽകുകയുള്ളൂ. അതും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക തന്നെ വേണം. സ്പീഡ് ബോട്ടിങ്ങിന് മാത്രമായുള്ള സൗകര്യം ഈ ജലാശയത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ധാരാളം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വളരെ പ്രശസ്തമാണ് താനും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അപകടരഹിതമായിട്ട് ബോട്ടിംഗ് നടത്താമെന്നുള്ളതും ഈ ജലാശയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബോട്ടിംഗ് കൂടാതെ കുട്ടികൾക്കുള്ള പാർക്കും പ്രശസ്തമാണ്. ഇവിടെ എത്തുന്ന എല്ലാ വിഭാഗപ്പെടുന്ന ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഐറ്റങ്ങളാണ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. വിവിധങ്ങളായ പൂന്തോട്ടങ്ങൾ, പൂച്ചെടികൾ എല്ലാം കണ്ണിന് വളരെ ആകർഷകമേന്തുന്ന ഒരുപാട് സവിശേഷതകൾ ഈ ഡാമിന് മുകളിൽ വിസ്മയമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരമായെങ്കിലും ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഡാമിന് മുകളിൽ നിന്നും മറുവശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്.
വളരെ വിശാലമായ ഒരു മൈതാനം പോലെ തോന്നുമെങ്കിലും അധികം ചെരിവില്ലാതെയാണ് ഈ പുല്ലുമേട് പോലെ തോന്നുന്ന ഈ ഭാഗം കാണപ്പെടുന്നത്. ഈ ഡാമിന്റെ അങ്ങേത്തലയ്ക്കൽ വെള്ളം കൊണ്ടുപോകുന്നതിനാവശ്യമായ സ്പിൽവേയും മറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ഡാമിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പാനലുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിലുള്ള സോളാർ പാനലുകൾ സ്ഥാപിച്ചത് ഇവിടെയാണ്. മഹാബലിയുടെ മകനായ ബാണാസുരൻ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന ഐതിഹ്യത്തിൽ നിന്നാണ് ഈ അണക്കെട്ടിന് ബാണാസുര സാഗർ അണക്കെട്ട് എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ സാവധാനം പടികെട്ടുകളിറങ്ങി ഡാമിൻ്റെ അടിവാരത്തുകൂടി പുറത്തേക്ക് കടന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.